നമസ്കാരം. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മൂന്നാം ടെസ്റ്റ് ബ്രിസ്ബെയിനിലെ ഗാബയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യ രണ്ട് ടെസ്റ്റുകളിൽ ഇരു ടീമുകളും ഓരോ വിജയം വീതം നേടി നിലവിൽ പരമ്പര 1-1 എന്ന നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാം ടെസ്റ്റിൽ ജയിക്കുന്ന ടീം പരമ്പരയിൽ ലീഡെടുക്കും. ഇത് ഇരു ടീമുകളെയും സംബന്ധിച്ച അഭിമാന പ്രശ്നം കൂടിയാണ്. സ്ലെഡ്ജിംഗ് ഒരുപാട് നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓരോ ജയവും ഓരോ ടീമിനെ സംബന്ധിച്ചും ഒരു പൊൻതൂവൽ കൂടിയാകുകയാണ്. മാത്രമല്ല, ടീം ഇന്ത്യയെ സംബന്ധിച്ച് ഇത് അതിനിർണായകമാണ്, ജീവൻ മരണ പോരാട്ടമാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം വരാൻ പോകുന്ന വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ഫൈനൽ കളിക്കണമെങ്കിൽ ഈ ഒരു മത്സരത്തിൽ ജയം അനിവാര്യമാണ്. മാത്രമല്ല, ഇനിയുള്ള മത്സരങ്ങളിൽ ഒരു സമനില പോലും അവരെ തൃപ്തരാക്കില്ല എന്ന ഉറപ്പായ കാര്യമാണ്. ഇത്തരത്തിൽ മത്സരം ആവേശമാകുന്നതിനിടെ സ്ക്വാഡിൽ ഒരു നിർണായക നീക്കം നടത്താൻ ഒരുങ്ങുകയാണ് ടീം ഇന്ത്യ. ട്രാവലിംഗ് റിസർവായി ഒപ്പമുള്ള 3 താരങ്ങളെ ഇന്ത്യ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർ പേസർമാരായ യശ് ദയാൽ, മുകേഷ് കുമാർ, നവദീപ് സൈനി എന്നിവരാണ് ട്രാവലിംഗ് റിസർവ് താരങ്ങളായി ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ ഉള്ളത്. ഓസ്ട്രേലിയ എ ടീമിനെതിരെ നടന്ന മത്സരങ്ങൾക്കുള്ള ഇന്ത്യ എ ടീമിൽ കളിച്ചിരുന്ന താരങ്ങളായിരുന്നു ഇവർ. എന്നാൽ പിന്നീട് ഫാസ്റ്റ് ബൗളിംഗ് യൂണിറ്റിന് ഒരു ബാക്കപ്പ് എന്നോണം ഇന്ത്യയുടെ സീനിയർ സ്ക്വാഡിലെ റിസർവ് കളിക്കാരായി BCCI ഇവരെ ഉൾപ്പെടുത്തുകയായിരുന്നു. അതേസമയം വിജയ് ഹസാറെ ഏകദിന ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിനായി ഇവരെ ഇന്ത്യൻ സ്ക്വാഡിൽ നിന്ന് റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് BCCI. ഇന്ത്യയിലെ പ്രധാന ആഭ്യന്തര ടൂർണമെന്റുകളിൽ ഒന്നായ വിജയ് ഹസാരെ ട്രോഫി ഈ മാസം 21-നാണ് ആരംഭിക്കുന്നത്. നിലവിൽ ഓസ്ട്രേലിയൻ പര്യടനം നടത്തുന്ന ഇന്ത്യക്ക് 5 പ്രധാന പേസ് ബോളർമാരാണ് സ്ക്വാഡിൽ ഉള്ളത്. ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, ഹർഷിത് റാണ, ആകാശ് ദീപ, പ്രസിദ്ധ് കൃഷ്ണ എന്നിവരാണ് അവർ. ഇതിൽ പ്രസിദ്ധിന് ഒരു കളിയിൽ പോലും അവസരം ഇനിയും ലഭിച്ചിട്ടുമില്ല. നിലവിൽ ട്രാവലിംഗ് റിസർവായി ടീമിനൊപ്പമുള്ള യശ് ദയാൽ ആദ്യം ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നയാളല്ല. എന്നാൽ പരിക്കേറ്റ ഖലീൽ അഹമ്മദിന് പകരം ഇടം കയ്യൻ പേസറായ യശ് ദയാലിനെ ഇന്ത്യ ട്രാവലിംഗ് റിസർവായി ഒപ്പം കൂട്ടുകയായിരുന്നു. യശ് ദയാൽ ഇതിനോടകം തന്നെ ഓസ്ട്രേലിയ വിട്ടു എന്നും ഉത്തർപ്രദേശിനായി വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കുന്നതിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു എന്നുമൊക്കെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. വലം കയ്യൻ പേസറായ മുകേഷ് കുമാറിനെ വിജയ് ഹസാരെ ട്രോഫിക്കുള്ള 20-അംഗ ടീമിൽ ബംഗാൾ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തായാലും സമ്പൂർണ്ണ മാറ്റങ്ങളോടെ ഈ ഒരു ടൂർണമെന്റിൽ എങ്ങനെയും ഏത് വിധേനയും ഓസ്ട്രേലിയക്കെതിരെ ജയിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇന്ത്യക്കൊപ്പമുള്ളത്. ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാകണമെങ്കിൽ ഈ ഒരു ടൂർണമെന്റിൽ ജയിച്ചേ മതിയാകൂ.